ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും എളുപ്പമുള്ള വഴി അന്വേഷിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പണ്ടത്തെ ഉമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന പോഷകങ്ങളുടെ കലവറയായ എള്ളും മുതിരയും റാഗിയും ഉലുവയും ഇവയൊക്കെ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കുന്ന കുറച്ച് കിടിലൻ റെസിപ്പികൾ പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ മുഴുവനായി കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അപ്പൊ നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ റെസിപ്പി എള്ളും അവിലും വെച്ചിട്ടുള്ളത് തന്നെ. അതിനായിട്ട് ഒരു ബൗൾ നിറയെ എള്ള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുത്ത എള്ളാണ്. എന്നിട്ട് നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവേ ചെയ്യരുത്. അപ്പൊ അതിന്റെ ടേസ്റ്റും ഗുണവും ഒക്കെ പോയി പോകും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. എള്ളിപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് ഒരു ബൗൾ നിറയെ തന്നെ നിലക്കടലയെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ റോസ്റ്റഡ് നിലക്കടലയാണ്, എന്നാലും ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി റോസ്റ്റ് ചെയ്യാത്തതെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. തൊലിയോട് കൂടിയിട്ടുള്ള നിലക്കടല നിങ്ങൾ വറുത്തെടുക്കുന്നതെങ്കിൽ അത് വറുത്തെടുത്തതിന് ശേഷം ഒരു ബോട്ടിലിട്ട് ഒന്ന് നന്നായി ഷേക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ തൊലി റിമൂവ് ആയി കിട്ടും കേട്ടോ. എളുപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് അവലാന്നേ വറുത്തെടുക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽട്ടായി വരുമ്പോൾ അവല് കൂടെ വറുത്തെടുക്കാം. മട്ട അവലാന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അവലും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞാൽ മതി. അല്ലാണ്ട് പൗഡർ പരുവത്തിലല്ല, ജസ്റ്റ് ഒന്ന് പൊടിയുന്ന ഒരു പാകം കേട്ടോ. ഇനി അവലും വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാനിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ അതിന്റെ ചൂട് കൂടെ വരുമ്പോൾ ക്രിസ്പിനെസ് കൂടി പോകും. കൂടാനും പാടില്ല, അധികം അങ്ങ് കുറയാനും പാടില്ല. അതിന്റെ ഒരു ഇടയിലുള്ള ഒരു പാകം കേട്ടോ. വീണ്ടും 1.5 ടീസ്പൂൺ ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് കാഷ്നട്ട് റൈസിൻസ് ആണ് വറുക്കേണ്ടത്. അപ്പൊ ഞാൻ കാഷ്നട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്നട്ട് വറുത്തെടുക്കുമ്പോൾ തന്നെ റൈസിൻസ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്കിപ്പോൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് യെല്ലോ റൈസിൻസോ ബ്ലാക്ക് റൈസിൻസോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 8-10 അച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതുപോലെ മുൻപ് ചെയ്ത വീഡിയോയിൽ വെള്ളം മെൽറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞപ്പോൾ കർക്കിടക സ്പെഷ്യലിന്റെ തന്നെ കേട്ടോ റിപ്പീറ്റ് ആയിട്ട് കമന്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നല്ല ശർക്കര എന്നാ പറയുന്നത്. ശർക്കര എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളത്തിന് എന്താ പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്ക് ഇതാ വെള്ളം മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം, കച്ചറ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടോ. ഇനി എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗീ ഒന്ന് മെൽട്ടായി വരുമ്പം അരക്കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയും ഗീലൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ വെക്കുന്നതാണെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഗീല് തേങ്ങ മൂപ്പിച്ചെടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിലോട്ട് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണേ. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൈഡ് വശത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ തിളച്ചു വരും. തേങ്ങയൊക്കെ സെന്ററിലോട്ട് ആവുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്ന സമയത്ത് വേണം നമ്മൾ മാറ്റി വെച്ച എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ലൂസ് കൺസിസ്റ്റൻസി പോലെ ഉണ്ടാവും, കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോൾ ഇത് കണ്ടോ, സെൻറ്റർ ഭാഗത്തോട്ട് നേരത്തെ തേങ്ങ പോലെ തന്നെ ഇതും സെൻറ്ററിലോട്ട് വരും. സൈഡ് വശത്തുനിന്ന് തിളക്കാൻ തുടങ്ങും. ഈ സമയത്ത് വറുത്ത് മാറ്റി വെച്ച ഈ അവലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവലും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അവല് ചേർത്തപ്പോൾ കണ്ടോ ആ വെള്ളത്തിൻ്റെതൊക്കെ അതിലങ്ങ് അബ്സോർവ് ആയല്ലോ. അത് ഞാൻ പറഞ്ഞത് അവലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അബ്സോർവ് ചെയ്തോളും കേട്ടോ. അപ്പോൾ ആദ്യം കാണുമ്പോൾ അത് ലൂസ് കൺസിസ്റ്റൻസി പോലെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച നിലക്കടല കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഈ നിലക്കടലക്ക് പകരം പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഇപ്പം പൊട്ടുകടല കിട്ടില്ല, നാട്ടിലാവുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. അതേപോലെ ബ്ലാക്ക് റൈസിൻസോ യെല്ലോ റൈസിൻസോ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാന്ന് പറയായിരുന്നേ. അപ്പം ഇനി ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടേ. 2-3 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിതിന് ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഏലക്ക, ജീരകം, ചുക്ക് ഇത് 3ഉം ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കയും ജീരകം പൊടിച്ചും ചേർക്കാം. ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഏലക്കയും ചുക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഏലക്ക മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴേക്കും അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സുകൾ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. തമ്മിൽ ഫോട്ടോ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം. ഇതും നല്ല അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സ്മൂത്തിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിക്കാത്ത കുട്ടികളെ വരെ നമുക്ക് കഴിപ്പിക്കാം, അത്രയ്ക്ക് ടേസ്റ്റുള്ള സ്മൂത്തി ആയിരുന്നു കേട്ടോ. അപ്പം ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്കും അറിയിക്കണേ. ആദ്യം തന്നെ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് നട്ട്സുകളെല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പം നട്ട്സുകളൊക്കെ ഇതുപോലെ വറുത്ത് നമ്മൾ പൊടിച്ചിട്ട് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുമ്പോൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് യോജിപ്പിച്ച് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വറുത്ത് ഇങ്ങനെ വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പം അതിനായിട്ട് കുറച്ച് നിലക്കടല ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെ അത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം വറുക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് കേട്ടോ വറുക്കുന്നത്. അപ്പം നിങ്ങൾ സ്റ്റോറൊന്നും ചെയ്യാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടി മാത്രം. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം, എന്നിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ആൽമണ്ട് ആണ്. ആൽമണ്ട് ഞാൻ ഒരു 1/4 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ബൗളിലേക്ക് മാറ്റി കൊടുക്കാം, കരിഞ്ഞു പോകരുത് കേട്ടോ ഒന്നും. അപ്പൊ ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി വറുത്തെടുത്ത നട്ട്സുകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നിലക്കടലയാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതില്ലേ ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം കേട്ടോ പൊടിച്ചിട്ട്. ഇനി അടുത്തത് ആൽമണ്ട് കൂടെ പൊടിച്ചെടുക്കാം. അതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ്. അത് തേങ്ങാപ്പാലോ സാധാരണ പാലോ ഏതാണോ നിങ്ങൾക്ക് ഈ സൗകര്യം അത് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നന്നായിട്ടൊന്ന് കലക്കാം. അപ്പം നമ്മൾ മാറ്റി വെക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് കലക്കി വെക്കാം. അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി കലക്കി എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ കോൺഫ്ലോർ ഒക്കെ കലക്കുന്നില്ലേ, അതേ കണക്ക് കേട്ടോ. ഇനി ഈ റാഗി കലക്കിയത് അങ്ങോട്ട് മാറ്റി വെക്കാം. 1/2 ടീസ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ട്, ഞാനിപ്പോൾ ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ട് ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട്. വലിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ ഹാഫ് മതിയാവും കേട്ടോ. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അത് ഈ ഗീയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ബീട്രൂട്ടിന് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗീ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ സാധാരണ വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ എങ്കിൽ ആ ടേസ്റ്റ് പോകണമെങ്കിൽ ഗീയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അതിന് ആ ഫ്ലേവർ ഞാൻ പറഞ്ഞല്ലോ, ആ ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. ഈ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാലോ സാധാരണ പാലോ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. അപ്പം നിങ്ങൾ സാധാരണ പാല് തേങ്ങയൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സ്മൂത്തിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാ പാലിൽ ചെയ്യാന്ന് പറയായിരുന്നേ. അപ്പൊ അതിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തലേന്ന് തന്നെ രാത്രി തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് പിറ്റേന്ന് രാവിലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ സ്മൂത്തി. ഇനി ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ച റാഗി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് കലക്കി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം അത് വെക്കുമ്പോൾ അതിന്റെ അടിവശത്ത് പോയിട്ട് കട്ട കെട്ടിയ പോലെ ആവും റാഗി. അപ്പൊ ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം ബീട്രൂട്ടിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ ഇതുപോലെ ജെല്ല് പോലെ ആയി വരും കേട്ടോ. അത് അതിൽ നിന്ന് വിട്ടുവരും. റാഗി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി ഇതിന്റെ കൂടെ തന്നെ വെള്ളം മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ടു വരുന്നൊരു പരുവാകുമല്ലോ, അന്നേരം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കേണ്ടത് തന്നെ. അതുപോലെ ഞാൻ വെള്ളം ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പനങ്കൽക്കണ്ടോ തേനോ എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വെള്ളം തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ജെല്ലി പോലെ ആയി വന്നില്ലേ. റാഗി ആയതുകൊണ്ട് തന്നെ അതൊരു ജെല്ലി കണക്കേ ഇരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചു വെച്ച നട്ട്സുകൾ ഉണ്ടല്ലോ, അത് നിങ്ങളെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് പൊടിച്ചു കൊടുക്കുക. ഇന്നേ തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാനിപ്പം ഇവിടെ ബദാമും അതുപോലെ തന്നെ നിലക്കടലയും പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതുപോലെ നമുക്ക് സ്മൂത്തി രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറുപഴം 2 കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാല് രാവിലെ തന്നെ ആകുമ്പോൾ പാല് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാ പാല് നോർമൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ മധുരത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരക്ക് പകരം കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഞാൻ പാല് ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാന്നുള്ളത്. സ്മൂത്തി കുറച്ച് ഒരു തിക്കും അല്ല അധികം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് സ്വതവേ സ്മൂത്തി ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിപ്പം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. റാഗി കൊണ്ടുണ്ടാക്കിയ സ്മൂത്തിയാന്ന് പറയേയില്ല, കുടിച്ചാല് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നട്ട്സുകൾ കടിക്കാൻ കിട്ടുന്നില്ലല്ലോ, അപ്പൊ അതെന്താ സംഭവം എന്നുള്ളത് തിരിയാതെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ ബീട്രൂട്ട് ഒന്നും ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ ബീട്രൂട്ടൊക്കെ കഴിപ്പിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. കുട്ടികളെ മാത്രമല്ല, ഈ കർക്കിടകത്തിൽ ശരീരത്തിന് നല്ലൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നട്ട്സ് ഒക്കെ പൊടിച്ചു വെച്ചിട്ട് സ്മൂത്തികൾ ഇതുപോലെ ഇങ്ങനെ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എളുപ്പമല്ലേ. ഇനി മൂന്നാമത്തെ റെസിപ്പി ഉലുവ ഉണ്ടയുടേത് കേട്ടോ. ഉലുവ ഉണ്ടയല്ലേ കുട്ടികൾ കഴിക്കുമെന്ന് വിചാരിച്ച് നെറ്റി ചുളിക്കേണ്ട. ഉലുവ ഉണ്ട കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ട്രിക്കും ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇടയിൽ. അപ്പൊ അതൊന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാം. അപ്പൊ നമുക്ക് ഉലുവ ഉണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനും ആദ്യമായിട്ട് തന്നെ വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു 10-15 അച്ച് വെല്ലം മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് അരിച്ചങ്ങോട്ട് മാറ്റി വെക്കാം. എന്തെങ്കിലും കച്ചറ ഉണ്ട പോവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. ഇനി ഉലുവ ഉണ്ടക്ക് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഉലുവയാണ്. ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കയ്പ്പ് രസം പോവാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊട്ടി വരുമല്ലോ. നമ്മൾ കടുകൊക്കെ ഇട്ടിട്ട് പൊട്ടുന്ന പോലെ ഇതും പൊട്ടി വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതിൽ തന്നെ വെച്ചിരിക്കാനും പാടില്ല കേട്ടോ, കരിഞ്ഞു പോകും. എന്നാൽ അധികം പിന്നെ വറക്കാതെ ഇരിക്കരുത്, നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ കയ്പ്പ് രസം ഒട്ടും അറിയില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് അരി, ഞാനിപ്പം ഇതിൻ്റെ അകത്ത് റാഗി പൗഡർ കൂടെ ചേർക്കുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് അരി എടുത്തത്. അപ്പം നിങ്ങൾ റാഗി പൗഡർ ചേർക്കുന്നില്ല, അഥവാ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാ, കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ അരിയുടെ അളവങ്ങ് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അരിയുടെ അളവ് കുറച്ച് കൊടുക്കുന്നത്, നമ്മൾ വലിയവർക്ക് പ്രശ്നമില്ലല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലേ കഴിപ്പിക്കാനല്ലേ നമുക്ക്. ചെറിയ മീൻസ് ഒരു 10-15 വയസ്സുള്ള കുട്ടികൾക്ക് മേലുള്ള കുട്ടികൾക്കൊക്കെ കഴിപ്പിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കഴിപ്പിക്കണമെങ്കിൽ പിന്നെ അരി കുറച്ച് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഒന്ന് തണുത്ത് വരാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കേണ്ടതുണ്ട്. എള്ളും വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കഴുകി നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുത്തത് കേട്ടോ. എള്ളിൽ എന്തെങ്കിലും കച്ചറിൻ്റെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉണക്കിയെടുത്ത എള്ളാണ്. ഇനിയിപ്പോൾ ഉണക്കിയെടുത്തില്ല കുഴപ്പമില്ല, ഇതിലിട്ടിട്ട് വറക്കുമ്പം അതിലൊട്ടും വെള്ളമില്ലാത്ത വിധത്തിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ഉണക്കിയത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റി. എള്ളും നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് വറുത്തെടുത്ത എള്ള് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എള്ളും നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അടുത്തത് 150 ഗ്രാമോളം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടലയും കുറച്ച് കൂട്ടിയെടുക്കാം. പിന്നെ ഇനി നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് മാത്രമായിട്ടും ചേർക്കാം. ഇനി കാഷ്നട്ടിന് പകരമായിട്ട് നിലക്കടല മാത്രമായിട്ടും ചേർക്കാം. ഇനി രണ്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം ചെയ്യാം. ഇനി ഇതും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. എൻ്റെത് ഓൾറെഡി ഇത് റോസ്റ്റഡ് നിലക്കടല കേട്ടോ. ഇനി അഥവാ നിലക്കടലയിൽ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ബോട്ടിലിട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താൽ മതി കേട്ടോ. തൊലി പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ, പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഒരു 1/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. അതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതും നന്നായി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതും ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയും കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം എടുക്കുന്നില്ല, ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് വലിപ്പമുള്ള കപ്പ് ഉണ്ടാവില്ല, അത് എടുക്കാൻ നോക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാനും നോക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് പൊടിച്ചത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ഉലുവ പൊടിച്ചെടുക്കാം. ഉലുവ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് വറുത്തെടുത്തതാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ വറുത്തത് ഓൾറെഡി ഞാൻ തലേന്ന് വേറൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ വറുത്ത് വെച്ചതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വറക്കുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ വറുക്കാത്തതെങ്കിൽ വറുത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. റാഗി പൗഡർ എന്തായാലും ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കയ്പ്പ് രസം മാറാനുള്ള ട്രിക്ക് കൂടിയാണ് കേട്ടോ അതൊക്കെ. നിലക്കടലയും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നിലക്കടലയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഉലുവ പൊടിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ ചുക്ക്, ചെറിയ ജീരക, ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ. എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആൽമണ്ട് കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതും നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ആൽമണ്ടും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉലുവ പൊടിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്തെടുത്ത തേങ്ങ കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി പൊടിച്ചെടുത്ത ഈ തേങ്ങ പൗഡറും ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഉലുവ പൊടിയിലോട്ട്. അടുത്തത് എള്ളും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വല്ലാണ്ട് ഫൈനായിട്ടൊന്നും പൊടിയണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എള്ള് മാത്രം അങ്ങനെ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കണേ.
എള്ള് കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, വല്ലാണ്ട് അങ്ങ് പൊടിയണമെന്നില്ല. എള്ള് മാത്രം, ബാക്കിയെല്ലാം പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പൊ കണ്ടോ, എല്ലാം ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെല്ലം ചീകിയിട്ടോ അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ഇങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ട് ഉണ്ട പിടിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ പൗഡർ ആക്കിയിട്ട് തന്നെ കൊടുത്താലും കുട്ടികൾ കഴിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കയ്പില്ലാതെ കുട്ടികൾ കഴിക്കാനുള്ളൊരു വഴിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇതാണ് കേട്ടോ. ഇങ്ങനെ എയർ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ കയ്പ് എന്ന് പറഞ്ഞിട്ട് കഴിക്കത്തില്ല കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, കാരണം കഴിക്കില്ലല്ലോ. അപ്പം അവരെ കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം അതേ ഉള്ളൂ. തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ വെല്ലം നന്നായിട്ട് ചീക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ട് വെച്ചു കൊടുത്താൽ കുട്ടികൾ കഴിക്കാതിരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞത്. ഈ വഴി ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പൊ ഇനി അടുത്തത്, പിന്നെ നമുക്ക് ഇതൊന്ന് ഉരുളയാക്കി എടുക്കണം. അതിനായിട്ട് വെള്ളം മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്ര വേണമെന്നില്ല. ചിലർക്ക് കയ്പ്പ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ല, കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കയ്പ്പല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന സംഭവം എന്നല്ല ഉലുവ. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതുപോലെയുള്ള വഴി ചെയ്തു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വെറുതെ പറയല്ല. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം. നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയുണ്ട വെറുതെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഗുണമല്ലേ, അതിൻ്റെ അകത്ത് ഉലുവയൊക്കെ ചേർത്ത് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ. ഇനി നാലാമത്തെ റെസിപ്പിയും ഒരു ഉണ്ടയുടെ തന്നെയാണ് കേട്ടോ, എള്ളുണ്ടയുടേതാണ്. എള്ളും റാഗിയൊക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്നൊന്ന് കമന്റ് ചെയ്യണേ. ആദ്യം തന്നെ വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 10 വെല്ലം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെല്ലം മെൽറ്റാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെല്ലം മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തത് 1 കപ്പോളം റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത്, അഥവാ മുത്താറി എന്നൊക്കെ പറയുന്നില്ലേ, അതെടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ്ങിന് ശേഷം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കത്തില്ലേ, അതേ കണക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഉരുള എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ പുട്ടുപൊടിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നനച്ചെടുത്തിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പുട്ടുപൊടിക്ക് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ടതില്ല. നനച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റ് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കോട്ടൺ ക്ലോത്തിൽ ഈ റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇത് ചെറിയ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ 2 കിഴിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തു, ചെറിയതായിരുന്നു കേട്ടോ എൻ്റെ ക്ലോത്ത്. കുറച്ച് വലിപ്പമുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് തന്നെ കിഴി പിടിച്ചാൽ മതി കേട്ടോ. ഞാനിത് 1 എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും കിഴി കെട്ടി എടുക്കട്ടെ. സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പുട്ടുംകുറ്റിയിൽ ഒന്ന് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് 2 കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും നല്ലത് കുറച്ച് വലിപ്പമുള്ള കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ ഒരൊറ്റ കിഴിയാക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറി അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. വല്ലാണ്ടങ്ങ് കുക്കാവരുത്. നമ്മൾ കുഴക്കട്ടൊക്കെ വേവിക്കുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നല്ല ചൂടാട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ റാഗി തണുത്ത് വരുമ്പോഴേക്ക് ഇതാ 250 ഗ്രാമോളം എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ള് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കഴുകി ഉടനെ വറക്കുന്നതാണെങ്കിൽ പാന് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെ അതിലെ വെള്ളം ഒട്ടും ഇല്ലാതെ അത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ. എള്ള് വറുത്തെടുക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് എള്ളിങ്ങനെ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കും, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 150 ഗ്രാമോളം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെത് റോസ്റ്റഡ് നിലക്കടലയാണ് എനിക്ക് കിട്ടിയത്. അതും തൊലിയൊക്കെ കളഞ്ഞത് കിട്ടിയത് കൊണ്ട് തന്നെ എളുപ്പമായി. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെത് ഞാൻ പറഞ്ഞല്ലോ റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അതേപോലെ ഇല്ലേ നിങ്ങൾക്കിപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള നിലക്കടലയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു കാലി ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ. എളുപ്പമാർഗ്ഗം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെത് ഇപ്പോൾ ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മുഴുവനും മാറ്റി കൊടുക്കട്ടെ.
ഇനി ഒരു 1/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്, അതും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളത് കേട്ടോ, അതുകൊണ്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങ ഇതിൽ ചേർക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉരുളകളാക്കി വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാക്കിയിട്ട് ഒട്ടും അതിൽ ആ വൈറ്റ് പാർട്ട് ഇല്ലാതെ വേണം വറുത്തെടുക്കേണ്ടത്, എന്നിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് അതെന്തായാലും അത് ചീത്തയായി പോകാൻ വഴിയുണ്ട്. ഉരുളകളാക്കി വെക്കുന്നതാണെങ്കിൽ എന്തായാലും നന്നായിട്ട് വറുത്തെടുക്കാം. പൊടികളാക്കുന്നതാണെങ്കിൽ തേങ്ങ ചേർക്കാതിരിക്കുക. കഴിക്കുന്ന സമയത്ത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ വറുത്തെടുക്കും മ്പോഴേക്ക് റാഗി ഒന്നുകൂടെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോട്ടൺ ക്ലോത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ, അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പൊടിച്ചിട്ട് ഈ വലിയ ബൗളിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇപ്പൊ കണ്ടോ, ചെറുതായിട്ടൊരു കട്ട കെട്ടിയതുപോലെ ഉണ്ടല്ലോ. റാഗി ഒന്നും ഇവിടെ തണുത്ത് വരുമ്പോഴേക്ക് എള്ള് പൊടിച്ചെടുക്കുക. എള്ള് തണുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ള് ഇത്രയും പൊടിഞ്ഞാൽ മതിയെ, വല്ലാണ്ട് റാഗി പൗഡർ പോലെ ഒന്നും പൗഡർ ആക്കണ്ട. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിൽ നിന്ന് റാഗി മാറ്റിയത്. അടുത്തത് നിലക്കടല കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, ക്രഷ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അതും ഈ എള്ളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തത് റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉണ്ടയാക്കുന്നുണ്ടെങ്കിൽ മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കാം. അപ്പോഴേക്ക് റാഗി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ ഇത് നിങ്ങൾക്ക് ഈ പൊടി രൂപത്തിൽ തന്നെ കഴിക്കാം കേട്ടോ. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് അന്നേരം തേങ്ങ ചേർക്കരുത് കേട്ടോ. നിങ്ങൾ പൊടി രൂപത്തിലാണ് സൂക്ഷിക്കുന്നെങ്കിൽ ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ എടുക്കുക കേട്ടോ. അതിലൊട്ടും വെള്ളമില്ലാതെ ഇതിലേക്ക് ഈ പൗഡർ നിറച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചേർക്കുന്നതാണെങ്കിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ തേങ്ങ വറുത്ത് ചേർക്കണം എന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ വറവ് കുറച്ച് കുറഞ്ഞു പോയാൽ അത് ഒരു പെട്ടെന്ന് തന്നെ അതിൽ പിന്നെ കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതാവരുതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് വേ പറഞ്ഞു തരാം. നമ്മൾ എള്ളുണ്ടയുടെ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദിവസം ഓരോന്നെടുത്ത് കഴിക്കുന്ന രൂപത്തിലാണ് വേണമെന്നുള്ളതെങ്കിൽ പൊടിയിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം മെൽറ്റ് ചെയ്യുന്ന സമയത്തും വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ വെള്ളത്തിൽ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, നമ്മൾ പൊടി രൂപത്തിൽ ഇത് വെക്കുമല്ലോ, അപ്പം അതിനൊരു മധുരം വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അഥവാ ശർക്കര ചീകി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് പകരം പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ടാ ഇഷ്ടമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം ഇനി ഞാനിതാ ഇതുപോലെ എള്ളുണ്ടയുടെ ഒരു രൂപത്തിൽ കുറച്ച് വലിപ്പത്തിലാണ്, ഞാനൊരു ലഡുവിൻ്റെ ഒക്കെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരെണ്ണം ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാമല്ലോ. ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ മക്കൾക്കൊക്കെ ഓരോ ദിവസം ഓരോന്ന് കൊടുക്കാം. അപ്പോൾ എള്ളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക്, റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പ മാർഗവും കൂടിയാട്ടോ ഇങ്ങനെ ഉരുട്ടി വെക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ പ്രത്യേകിച്ചിട്ട്, പിന്നെ അതുപോലെ വെള്ളം മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഉണ്ടയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് റെസിപ്പി ഉലുവ ലേഹ്യത്തിന്റെ തന്നെ. ഉലുവ ലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് 150 ഗ്രാമോളം ഉലുവ തന്നെ എടുത്തിട്ടുള്ളത്. ഉലുവയിലെ നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുത്ത് കുതിർത്തി വെക്കുന്ന ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവ നന്നായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഉലുവ കുതിർത്തിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉലുവ വെന്തും കിട്ടും കേട്ടോ. കുക്കറിലൊക്കെ വേവിക്കുന്നതാണെങ്കിൽ ഒരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ സാധാരണ പാനിൽ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു 1 ഹവറിന്റെ മേലെ ഞാനിത് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
1.5 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് മുഴുവനുള്ളത് എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാ. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നുള്ള ഉപ്പും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളത്, അതൊന്ന് തണുത്ത് വരട്ടെ. ഇനി 10-12 ഈത്തപ്പഴം ഞാൻ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നേ. കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഉടച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. കഴുകി കുതിർത്തിയത് കൊണ്ട് തന്നെ കച്ചറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മധുരത്തിനായിട്ട് ഒരു 8-10 അച്ച് വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും കച്ചറുണ്ടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടോ? അതിന് വേണ്ടിയിട്ട് അരിച്ചെടുക്കാൻ പറയുന്നത്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ 1-ാം പാലും 2-ാം പാലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം, 1-ാം പാലിന് വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. ഇനി 1-ാം പാലിനുള്ള തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം. 1-ാം പാലെടുത്ത തേങ്ങയിലോട്ട് വീണ്ടും കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചിട്ട് 2-ാം പാലാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ 2-ാം പാലും അരിച്ചെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് കാഷ്നട്ട് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴേക്കിതാ ഉലുവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഉലുവയിലോട്ട് ഉടച്ചു മാറ്റി വെച്ച ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഈത്തപ്പഴം ഓൾറെഡി ഉടഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒന്നിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിക്ക് ആയിട്ട് കിടക്കാന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വലിപ്പമുള്ള അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കരിഞ്ഞു പോവാതെ നോക്കുകയും ചെയ്യണം. ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെയും ഈത്തപ്പഴത്തിൻ്റെയും ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് വരണ്ട് വരുന്ന സമയത്ത് 2-ാം പാലിന്റെ ബാക്കിയുണ്ടല്ലോ, അരച്ചിട്ട് ബാക്കിയുള്ളത്, അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. എന്നിട്ട് അതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്തുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള ഉപ്പും ഏലക്ക പൗഡറും കൂടെ ചുക്ക് പൗഡർ തന്നെ. പൗഡർ 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏറെ ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഏലക്ക പൗഡറും 1 ടീസ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുപോലെ ഞാൻ പൊടിച്ചെടുത്ത കാഷ്നട്ട് ഉണ്ടായിരുന്നേ, അതുകൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ, അതിങ്ങനെ ബബിൾസ് ആയി വന്നിട്ട് അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് കൈവെക്കാതെ ഇളക്കി എടുക്കാൻ നോക്കാം. പറഞ്ഞതുപോലെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത് തീ കൂടിപ്പോയാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, അത് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇനി ഇടയിലായിട്ട് ഇതുപോലെ നമുക്ക് 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഗീ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കാം. കൂടെ ഇടയ്ക്കിടെയല്ല, ഒന്നിങ്ങനെ വരണ്ട് വരുമല്ലോ, ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ വേണം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് 1-ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അതിങ്ങനെ വിട്ട് വരുമല്ലോ പാനിൽ നിന്ന്, ഗീ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ, ആ സമയത്ത് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാൽ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആയ പോലെ തോന്നും. വീണ്ടും നമ്മൾ അതിങ്ങനെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ ഇതൊന്ന് ആയി കിട്ടാൻ. ബാക്കിയൊക്കെ നമ്മൾ പെട്ടെന്ന് ആവുന്ന കാര്യങ്ങളല്ലേ. കണ്ടോ, ഇനി ഇത് കണ്ടോ, ഇതിങ്ങനെ വിട്ട് വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരയിട്ട് കൊടുക്കുമ്പോൾ അത് തമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ യോജിച്ച് വരുമ്പോൾ അത് കറക്റ്റ് പാകാട്ടോ. പിന്നെ അത് ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകിയും വരും കേട്ടോ. പിന്നെ പാനിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ അത് വീണ്ടും അതൊന്ന് കുറുകി വരും. അപ്പം ഞാനിപ്പോൾ ഇത് പാനിലേക്ക് ഒരു ഗ്ലാസ് ബൗളിൽ ഒഴിച്ച് കാണിച്ചു തരാം. പിന്നെ ഇനി നമ്മളിത് സൂക്ഷിക്കേണ്ട വിധമുണ്ട്. ഇത് നമ്മൾ ഇതുപോലൊരു ഒട്ടും വെള്ളമില്ലാത്ത ഗ്ലാസ് ബൗളിൽ വേണം നമ്മളിത് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഒട്ടും വെള്ളമായി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയാകും. കുറച്ച് ദിവസങ്ങൾ നമുക്കിത് വെക്കേണ്ടതല്ലേ, ദിവസം കഴിക്കുന്നതല്ലേ. അപ്പം
ഒന്നിച്ച് കഴിക്കുന്ന സംഭവമല്ലല്ലോ. അപ്പം അത് സൂക്ഷിച്ച് വെക്കുന്ന പാത്രം എപ്പോഴും ക്ലീൻ ആയിരിക്കണം കേട്ടോ, ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് അത് നമ്മൾ ഡെയിലി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അടുത്ത റെസിപ്പി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവാതിരിക്കത്തില്ല. റാഗിയും പഴമൊക്കെ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തുവിട്ടാൽ കഴിക്കും കേട്ടോ. ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ശേഷം ഇത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ചെറിയ പീസസ് ആക്കി നമ്മൾ കായ്പളക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നില്ല, അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പോൾ 2 നേന്ത്രപ്പഴവും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴയില്ലേ അത് ഇതിലേക്ക് അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി, വല്ലാണ്ടങ്ങ് വഴറ്റി ഉടക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം മുഴുവനും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേ വേണ്ടു. ഇനി ഇതിലോട്ട് ഫ്ലേവറും ടേസ്റ്റും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏലക്ക പൗഡറിന്റെ ടേസ്റ്റ് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി മധുരത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കര പൗഡർ ചേർത്തുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് കാണുന്നത്, അല്ലാണ്ട് വല്ലാണ്ടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കട്ടെ. പാനിൽ തന്നെ വെച്ചോണ്ടിരിക്കുമ്പോൾ ചൂട് കൊണ്ട് വീണ്ടും മുരിഞ്ഞ പോലെ ആവേണ്ടെന്ന് കരുതിയിട്ടോ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അടുത്തത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1-ാം പാലിന്റെ ആ ഒരു കട്ടിക്ക് വേണം കേട്ടോ അടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതിലോട്ട് 2 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1-ാം പാലിന്റെ പരുവായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോകരുത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 6 അച്ച് വെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 6 7 നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇപ്പം വെള്ളം നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂണുള്ള റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ റാഗി പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മുഴുവൻ റാഗിയ ഉള്ളതെങ്കിൽ അത് കുതിർത്തിയിട്ട് തേങ്ങ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ, ഈ ചെയ്യുന്നത് പോലെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള. ഗോതമ്പൊടിയോ ആട്ടപ്പൊടിയോ എന്താണെന്നോ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റിനും ഫ്ലേവറിനും കൂടിയിട്ട് ഏലക്ക പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാല് അരിച്ചു മാറ്റി വെച്ചത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഈ സമയത്ത് ഒഴിക്കുന്നില്ല, പിന്നീട് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്തോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിക്കാന്ന് കരുതിയിട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മധുരം നോക്കി നോക്കി ഒഴിക്കാന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മധുരം പോരാൻ തോന്നിയിട്ട് ഈ സമയത്തും കൂടെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ചുകൂടെ ഒരു തിക്കായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനിയിപ്പോൾ ഈ തേങ്ങ ഉണ്ടല്ലോ വറുത്ത് വെച്ചത്, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ടൈറ്റായി പോകരുത് കേട്ടോ. ഇനി അഥവാ ടൈറ്റായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാറ്ററിൽ തേങ്ങ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടീനിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, കുഴിയുള്ള ടൈപ്പ്, അതിൽ ഒഴിച്ചു വെച്ച് കൊടുത്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സ് ഉണ്ടാവുമല്ലോ, അതിലൊഴിച്ചാലും മതി കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഈ ബാറ്ററിലോട്ട് നമ്മൾ പഴം പാട്ടിയെടുക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ കേട്ടോ, കണ്ടോ ഒഴിച്ചത്. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കണം എന്നൊന്നുമില്ല, നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നാക്കിയിട്ട് ഏതെങ്കിലും സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇനി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇതാ ഇതുപോലെ കുറച്ച് ബാക്കി വെക്കണേ. അതെന്താണെന്ന് അതും വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഇതുണ്ടോ, ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ വീണ്ടും തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗിയുടെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. റാഗി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വാട്ടിയെടുത്ത പഴം ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാം. പഴം വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങ കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഴം ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ബാറ്ററിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ലായിരുന്നോ, ആ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒരു 10-20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് കത്തിയോ സ്ക്വയറോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി നടത്താം കേട്ടോ. ഇനി ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് അതിന്റെ സൈഡ് വശത്തൊന്ന് വിടുവിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇതിപ്പോ നല്ല ചൂടാണ്, അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇത് വിടുവിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. കാരണം റാഗി അല്ലേ, അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവനെ നല്ല ചൂടുവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അടിവശം കണ്ടോ, ഒട്ടും അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം വേറൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കാണിക്കാം ആയിരുന്നു കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കൗതുകത്തോടു കൂടി കുട്ടികൾ കഴിക്കും കേട്ടോ. കുട്ടികൾക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പെട്ടെന്നൊന്ന് ആവി കയറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലോ അതല്ലെങ്കിൽ രാവിലെ കഴിക്കാനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ, ഞാൻ വെറുതെ പറയല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്കിതൊരു സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തുവിടാം. കുട്ടികൾ അത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രവും കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആട്ടോ, ഉലുവ വിളയിച്ചതാണ്. ഉലുവ കൊണ്ട് നമ്മൾ ഉലുവ പാല്, ഉലുവ കഞ്ഞി ഇതൊക്കെയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്, അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ട് ഉലുവ വിളയിച്ചതിന്റെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഉലുവ ആയതുകൊണ്ട് തന്നെ കയ്പുണ്ടാകുന്നുള്ള ഒരു ടെൻഷനേ ഇതിന് വേണ്ട കേട്ടോ. ഇത് നമ്മൾ വേവിച്ചും കൂടെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ വെറൈറ്റി ആയിട്ടുള്ള ഉലുവ വിളയിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പൊ ഉലുവ വിളയിച്ചതിന് വേണ്ടിയിട്ട് ഉലുവ ആദ്യം ഒന്ന് കുതിർത്തി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എടുത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാ ഉലുവ ഇപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുക്കറിലാണ് ഇടുന്നെങ്കിൽ ഒരു 3-4 വിസിലടിപ്പിക്കാം. ഞാനിപ്പോൾ കുക്കറിലല്ല കേട്ടോ, സാധാരണ സോസ് പാനിലാണ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുതിരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഒരു 3-4 വിസിൽ കൊണ്ട് വേവിച്ചെടുക്കാം. സാധാരണ പാനിലാവുമ്പോൾ കുറച്ച് സമയം വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് തിളവരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനി അതിലോട്ടൊരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതാ ഉലുവ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതില്ലേ നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ, എന്നാൽ തന്നെ ആ കയ്പ്പ് രസം അത്ര അറിയാതിരിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ഉലുവ വിളയിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാനിൽ നിന്ന് ഈ ഉലുവ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ മുഴുവൻ ഉലുവയും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഗീ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗീയിലോട്ട് ഇനി തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ, അതുവരെ ഒന്ന് വറ്റിയെടുക്കാം. ശർക്കരയിൽ തേങ്ങ വിളയിച്ചെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക ചുക്കും, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിന്റെ പകുതി ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉലുവയില്ലേ, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്ത ഉലുവയിലോട്ടും കൂടെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ഉലുവയിലോട്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഈ സമയത്ത് കുറച്ചൊരു വാട്ടർ കണ്ടന്റ് പോലെ കാണും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇത്ര മതിയെങ്കിൽ അങ്ങനെ വെച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്ര മതിയെങ്കിൽ അങ്ങനെ വെച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നതാണ് വിളയിച്ചതിന് നല്ലത്. നമ്മൾ അവലൊക്കെ വിളയിക്കുമ്പോൾ ഒന്ന് വരട്ടിയെടുക്കുന്നില്ല, അതേ കണക്ക്. ഇനിയിപ്പോൾ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഗീ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ ഉലുവയിൽ പിടിക്കും. എന്നിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് വറ്റി വരികയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി ഉലുവ വിളയിച്ചതായി കിട്ടും കേട്ടോ. കണ്ടോ അപ്പം കണ്ടോ ആ മധുരവും ആ ഗീയും ഒക്കെ അതിലേക്ക് അങ്ങ് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറും കേട്ടോ. ഈ സമയത്ത് ആ കയ്പ്പ് രസം ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുമല്ലോ കയ്പ്പ് രസം അറിയുമെന്നുള്ളത്, അറിയില്ല കേട്ടോ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ഉലുവ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഉലുവ വിളയിച്ചത് ഉണ്ടാക്കാൻ ഈസി ആയിരുന്നില്ലേ? ഉലുവ വിളയിച്ചത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കമന്റ് ആയിട്ട്. ഇനി അടുത്ത റെസിപ്പി മുതിര വിളയിച്ചതിന്റെ തന്നെ. നമ്മൾ അവൽ വിളയിച്ചൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുതിര വിളയിച്ചും കഴിക്കാം കേട്ടോ. ഇത് 2 രീതി ചെയ്യുന്നത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ രീതി കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു 3-4 വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കുതിർത്തിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നതാണെങ്കിൽ രാത്രി കുതിർത്തിയിട്ട് പകൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി പകല് നിങ്ങൾ കുക്കറിൽ വേവിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ കുതിർത്തിയിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം അവസാന വെള്ളത്തിൽ തന്നെ നമ്മളത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ കുക്കറിലാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. ഞാനിപ്പോൾ സാധാരണ പോട്ടിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് കേട്ടോ ഇത് കുതിർത്തിയിടുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ 2 റെസിപ്പി ചെയ്യുന്നത് കൊണ്ട് 8-10 അച്ച് വെള്ളം മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ റെസിപ്പി ഇതിലുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി ചെയ്യുന്നുള്ളെങ്കിൽ 4-5 അച്ച് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. വെള്ളം ഇപ്പം നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഒന്ന് കച്ചറണ്ടൊക്കെ പോവാൻ വേണ്ടി മാത്രം കേട്ടോ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ മുതിര നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മുതിര ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പാനിൽ തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കുന്നതാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാവും കേട്ടോ. അധികം വെന്ത് പോവരുത്. കാരണം നമ്മളിത് മുതിര വിളയിച്ചെടുക്കുന്നതല്ലേ, നമ്മൾ അവൽ വിളയിച്ചതൊക്കെ പോലെ മുതിര വിളയിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പാകാവുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. കുതിർന്നതാണെങ്കിൽ കുറച്ച് വെള്ളമേ വേണ്ടൂ. കുതിരാത്തതാണെങ്കിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുതിര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉടഞ്ഞു പോവരുത്. നമ്മൾ അവലൊക്കെ വിളയിച്ചെടുക്കുന്നത് പോലെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെന്ത് ഉടഞ്ഞു പോരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയൊരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം നുറുക്കിയ കാഷ്നട്ടാണ്. അത് വിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതേപോലെ തന്നെ കുറച്ച് ആൽമണ്ടും നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിലക്കടല ഇഷ്ടമെങ്കിൽ നിലക്കടല ഇട്ട് കൊടുക്കാം. ആൽമണ്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിന്ന് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം, പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് നട്ട്സൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാം കേട്ടോ. അതേപോലെ കുറച്ച് വാൾനട്ട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. വാൾനട്ട് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ നട്ട്സുകളൊക്കെ കുട്ടികൾക്ക് നല്ലതല്ലേ ഈ സമയത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. വാൾനട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ്. പക്ഷേ വാൾനട്ടിന് ഒരു കാര്യമുണ്ട്, അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ചേർക്കുന്നുണ്ടെങ്കിലേ. അപ്പോൾ ഇനി ഇതാ കുറച്ച് എള്ളും കൂടെ ഇനി അടുത്തത് അതേ കണക്കിന് എള്ളും എടുത്തിട്ടുണ്ട്. നട്ട്സ് ഒക്കെ എടുത്ത് അതേ അളവ് തന്നെയാണ് എള്ളു എടുത്തത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ, കുറച്ച് വലിപ്പമുള്ള ഒരു കടായി തന്നെ എടുക്കണേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെരുകിയത് കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോഴാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും വല്ലാണ്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതാ ഇത്രയും ഞാൻ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വെല്ലയില്ലേ, മധുരത്തിന് ആവശ്യമായിട്ട് എത്രയാണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചേറെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടുന്ന മധുരം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന മധുരം എത്രയെന്ന് അറിയാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേവിച്ച് വെച്ച മുതിരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ മധുരം പോരാൻ തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ കിടക്കണം കേട്ടോ. എന്ന് വെച്ചാൽ മുതിരയിലോട്ട് ആ മധുരമൊക്കെ അബ്സോർവായി ഒന്ന് വറ്റി വരുമല്ലോ എല്ലാം ചേർത്ത് വരുമ്പോഴേക്ക്. ശർക്കര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എള്ള് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുക്കാം. ആ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. രണ്ടാമത് വാൾനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ നട്സുകളും കേട്ടോ, നമ്മൾ ഏതൊക്കെയാണോ ചേർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ. ഞാനിപ്പം ചേർത്ത് കൊടുത്തതിന്റെ പേര് പറയുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ നിലക്കടല ചേർക്കുന്നെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്നട്ട് നിലക്കടല മാത്രമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതുമല്ല ഒന്നും അല്ലെങ്കിൽ പൊട്ടുകടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നട്സുകൾ നല്ലതല്ലേ എന്ന് കരുതി ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഏലക്ക ചുക്ക് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് അധികം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമെന്ന് പറയായിരുന്നേ. ഇപ്പൊ കണ്ടോ, നന്നായിട്ട് നമ്മുടെ മുതിര വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആവണം തോന്നിയത് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ മുതിര വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ആ നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നട്ട്സുകൾ ഞാൻ പറഞ്ഞതുപോലെ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ചേർക്കണം എന്നില്ല. വാൾനട്ടൊക്കെ നല്ലതല്ലേ കുട്ടികൾക്ക്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് കരുതി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണോ കയ്യിലുള്ളത് നട്ട്സുകൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ അതിനൊരു ചെറിയൊരു പുളി രസമല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ അടിക്കുമ്പം ഇവിടെ ആർക്കും അതത്ര താല്പര്യമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ, അവൽ വിളയിച്ചിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ. അപ്പോൾ മുതിര വിളയിച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടകത്തിൽ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഉണ്ടാക്കാൻ പോകുന്നതും മുതിര വെച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതും ഈസി ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മുതിര വേവിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അത് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കലക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുത്താറിപ്പൊടി ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കി എടുക്കേണ്ടത് കേട്ടോ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ പെട്ടെന്ന് കലക്കി വെക്കുന്നത്. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ കലക്കിയെടുത്ത ഈ റാഗി പൗഡർ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഗീ മെൽട്ടായി വന്നിട്ടുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ റാഗി കുറുക്കിയതിനൊക്കെ ചെയ്യുന്നില്ല, അതേ കണക്കന്നെ കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ പാലോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിപ്പോ കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ, മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതും ഞാൻ മെൽറ്റ് ചെയ്തത് വെച്ചത് ഉള്ളത് കൊണ്ടാണ് മെൽറ്റ് ചെയ്യുന്നൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പോരാൻ തോന്നിയിട്ട് അര ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1.5 ഗ്ലാസോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ച മുതിരയില്ലേ, മുതിര ഞാൻ പറഞ്ഞതുപോലെ വെന്തൊടയണം എന്നില്ല, ഇതുപോലെ ആയി കിട്ടുന്നതെന്ന് കേട്ടോ. കടിക്കാൻ കിട്ടുന്ന ഒരു പാകം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. ഇനി അത് വെള്ളത്തോട് കൂടിയിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് കുതിർത്തി വെക്കുന്ന ആ ലാസ്റ്റ് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് മുതിര പാലും തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതാ അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലില് റാഗി കലക്കിയത് കൊണ്ടാട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങൾ റാഗി ചൂടുവെള്ളത്തിലാണ് കലക്കുന്നതെങ്കിൽ തേങ്ങാപ്പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പോളം തന്നെ ഉണ്ട് കേട്ടോ. അതിതാ ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും പിന്നെ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൗഡർ പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മതി കേട്ടോ. ഒരു നുള്ളു എന്ന് പറയുന്ന പോലെ ജീരകം പൊടിച്ചതാണ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഏലക്ക പൗഡർ മാത്രം മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വല്ലാണ്ട് വറ്റി മുതിര വിളയിച്ചതുപോലെ ഒന്നും ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അതിൽ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിന്റെ മുകളിൽ
മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾ വരെ കഴിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് റെസിപ്പി മുത്താറി വറ്റിച്ചത് തന്നെ. മുത്താറി വറ്റിച്ചത് മീൻസ് റാഗി വറ്റിച്ചത് എന്നാണ് അർത്ഥാക്കേണ്ടത്. അപ്പം മുത്താറി എന്നാണ് നമ്മളൊക്കെ പറയാം. നിങ്ങളൊക്കെ എന്താന്ന് പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ മുത്താറി വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ മുത്താറി വറ്റിച്ചതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാലിന്റെ 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, പായസം പോലെയൊന്നും വേണ്ട, ഒറ്റപ്പാൽ മാത്രം എടുത്താൽ മതി. നല്ല കുറുകിയ ടൈപ്പിൽ പാലെടുക്കാം. അപ്പൊ ഞാനിപ്പം തേങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. ഇതിന്റെ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനും കുറച്ച് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. 5-10 അച്ച് വെള്ളം തന്നെയാണ് ഇതിനും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതും അരിച്ചെടുക്കുന്നത്. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതൊരു 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കലക്കി എടുക്കേണ്ടതുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ട് കലക്കുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തേങ്ങാപ്പാല് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇത് ഡയറക്റ്റ് പൊടിയിട്ട് കൊടുക്കുമ്പോൾ കട്ട കെട്ടിയ പോലെ ആയിപ്പോകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല മിക്സ് ചെയ്തെടുക്കാനും എളുപ്പം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഒക്കെ കലക്കി വെക്കുന്നില്ല, അതേ കണക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്ത്, നമ്മൾ കായ്പൊളക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, ഒരു പഴത്തിനാ നെടുകെ കീറിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല, അതേ കണക്കാണ് ഞാൻ കട്ട് ചെയ്തത്. റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പഴം ഇങ്ങനെ വാട്ടിയിട്ട് എടുക്കുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ പിന്നെ ചേർക്കേണ്ടതെന്നുള്ളത് കേട്ടോ. റാഗി കലക്കിയതിന്റെ ബാക്കി തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച റാഗി ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. റാഗി ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ, അത് പെട്ടെന്ന് അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഏലക്ക പൗഡർ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. റാഗി കലക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇതും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പകരം, റവക്ക് പകരം നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ അരിപ്പൊടിയില്ല, സാധാരണ നമ്മളെ പത്തിരിപ്പൊടി, അതൊരു 1-1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നുകിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ തേങ്ങയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കുക്കായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഴം, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാതെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഈ സമയത്ത് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ, അതിതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ കുറെ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ ഫ്രൈ ചെയ്യാതെ ചേർക്കുന്നെങ്കിൽ കുറച്ച് സമയം വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒത്ത് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിർബന്ധമില്ല കേട്ടോ, കാഷ്നട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റാണ്. ഇനി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം. ഇപ്പം ഇത് ഈ ഒരു കളറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഇനി നമ്മളെ മാറ്റി വെച്ച കുറുക്കില്ലേ, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. റാഗിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇരിക്കുന്നതോറും അതൊന്ന് കുറുകി വരും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പക്ഷെ ഇവിടെ ആർക്കും അത് വറ്റിച്ച രൂപത്തിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ടൈമിന് തന്നെ സെർവ് ചെയ്യാറാണ് പതിവ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഫ്ലെയിമിൽ. അപ്പോൾ ഇത് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പഴം കൂടെ, പിന്നെ അതുപോലെ താളിപ്പൊക്കെ ഒന്ന് കുറച്ച് അതിന്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഒന്നിച്ചെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് തമ്മിൽ ഫോട്ടോ ഒക്കെ വെക്കേണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ വെച്ച് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നുണ്ടാക്കിയ റെസിപ്പിയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് ചെയ്ത് പറയണേ. അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.